നാരദരെ കണ്ടില്ല. നാം നേരിട്ട് ക്ഷണിച്ചതാണല്ലോ. പരദൂഷണമല്ലേ പ്രധാന പരിപാടി. ഊര്യം കിടത്താൻ എവിടെ ഉണ്ടെങ്കിലും ഓടി എത്താതിരിക്കില്ല. നമ്മുടെ ജന്മദിനാഘോഷ പരിപാടികൾ നാരദനില്ലാതെ തുടങ്ങുന്നത്. ഇന്ദ്രോത്സവം അങ്ങനെ ഒരു വ്യക്തിക്ക് വേണ്ടി വെച്ച് താമസിപ്പിക്കുന്നത് ശരിയല്ല. നാരദന് വേണ്ടി കാത്തിരിക്കാൻ പറ്റില്ല ദേവേന്ദ്ര. നാരായണ നാരായണ നാരായണ. വരിക നാരദരെ, വരിക. സമീരണൻ പുണർന്നു ഇന്ദ്രസദസ്സിലെ നർത്തനശാലയിൽ പൊന്നിൻ ചിലങ്കകൾ ഉണർന്നു. നന്ദവനത്തിലെ സൗഗന്ധികങ്ങളെ സന്ധ്യാസമീരണൻ പുണർന്നു. സദസ്സിലെ നർത്തനശാലയിൽ പൊന്നിൻ ചിലങ്കകൾ ഉണർന്നു.
നാരദ മഹർഷിക്ക് നൃത്തം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നാരായണ നാരായണ, കൽപ്പിച്ച് ക്ഷമിക്കണം. ഇത്തരം ദൂർത്തുകളൊന്നും നാരദ മഹർഷിക്ക് ഇഷ്ടമല്ലെന്ന് ദേവേന്ദ്രൻ അറിഞ്ഞുകൂടി. ഇന്ദ്രന്റെ കാലുതിരുമ്മിയും കൈമണിയടിച്ചും കഴിയുന്ന ബൃഹസ്പതിക്ക് അങ്ങനെയൊക്കെ തോന്നും. കലഹകുതിയായ നാരദരെ, ഇത് ഇന്നിവിടെ വെച്ച് വേണോ? വിശേഷിച്ച് ഈ പുണ്യദിനത്തിൽ? ദുർവാസാവ് ക്ഷമിക്കണം. ദിവസം ഒരു നേരത്തെ പൂജയോ നിവേദ്യമോ ലഭിക്കാത്ത നിത്യപട്ടിണിക്കാരായ ദേവന്മാരാണ് ഇവിടെ ബഹുഭൂരിപക്ഷം. നാരദരെ, ഇത് അടിയൻ പറയുന്നതല്ല. ഇന്ദ്രന്റെ അഴിമതി ഭരണത്തിനെതിരെ ഒരു കൂട്ടം ദേവന്മാർ വിമോചന സമരത്തിന് തയ്യാറെടുക്കുകയാണ്. എന്തോ നമുക്കെതിരെ വിമോചന സമരമോ? ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. രാജർഷിയാണെന്ന് പറഞ്ഞ് ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഒരതിര് വേണം. അഴിമതി തുറന്നു പറയുന്നത് അഹങ്കാരമാണോ മഹർഷി? നാരദൻ ദേവന്മാരെ തമ്മിലടിപ്പിക്കാൻ അഡ്വാൻസും വാങ്ങി വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്ദ്രൻ നയിക്കുന്ന ഈ ഇന്ദിരാ കോൺഗ്രസിനുള്ളിൽ പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന നാരദനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കണം. യാജ്ഞവൽക്യൻ അതിനാളായിട്ടുണ്ടോ? നാരദരെ, അടിയൻ ഉടനെ യാത്രയാവുകയാണ്. എങ്ങോട്ട്? വൈകുണ്ഠത്തേക്ക്. എന്തിന്? സൃഷ്ടിസ്ഥിതി സംഹാരകനായ ആ പരമ്പൊരുളിനെ കണ്ട് ഒരു മെമ്മോറണ്ടം സമർപ്പിക്കാനുണ്ട്. മഹാവിഷ്ണു സ്ഥലത്തില്ല, അദ്ദേഹം ഫോറിൻ ടൂറില്ല. ദേവേന്ദ്ര, നാരദന്റെ ഈ പോക്ക് നമുക്ക് അപകടമാണ്. നമുക്ക് ഉടനെ വൈകുണ്ഠത്തിലെത്തണം. ആരെവിടെ? മാധുരി ഒരു തേരർക്കൻ പറയൂ. തേര് വേണ്ട. നമുക്ക് പയൽസിന്റെ അസുഖം കൂടിയിരിക്കുന്നു. അധിക നേരം ഇരിക്കാൻ പറ്റില്ല. പുഷ്പകം തന്നെ വരട്ടെ. പുഷ്പകമെങ്കിൽ പുഷ്പകം. പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളായെന്ന് നാം ഇതുവരെ അറിഞ്ഞില്ല. ഇന്ദ്രന്റെ അഴിമതിക്കെതിരെ ദേവന്മാർ സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ദ്രനേക്കാൾ തണ്ടു അഹങ്കാരവും അയാളുടെ ഭാര്യ ഇന്ദ്രാണിക്കാണ്. ശരിയാ, കഴിഞ്ഞ സ്വർഗവാതിൽ ഏകാദശി കണ്ടപ്പോ അവളുടെ ഗമയൊന്ന് കാണണമായിരുന്നു. ശ്രീദേവി ഇന്ദ്രാണിയെ ശരിക്കും പഠിച്ചിരിക്കുന്നു. അസൂയ സ്ത്രീകളുടെ കൂടപ്പുറപ്പാണെന്ന് അറിയില്ലേ നാരദരെ? അതിരിക്കട്ടെ, ദേവലോകത്ത് പകരം ഏത് വിധത്തിലുള്ള ഭരണക്രമമാണ് നാരദർ ഉദ്ദേശിക്കുന്നത്? കേരള ഭരണത്തെക്കുറിച്ച് പലതും പഠിക്കാനുണ്ടെന്ന് കേട്ടു. പറഞ്ഞു കേട്ടത് കൊണ്ടായില്ല, നേരിട്ട് കണ്ട് അനുഭവിച്ചറിയണം. അവിടെ നിന്നും വന്ന ചില പ്രമുഖ നേതാക്കൾ യമപുരിയിലുണ്ടെന്നറിഞ്ഞു. അടിയൻ ഉടനെ അങ്ങോട്ട് യാത്രയാവുകയാണ്. കഴിവതും വേഗം നാരദർ യമലോകത്ത് പോയി വരൂ. ചിത്രഗുപ്ത, അടിയൻ എന്ത്